ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. വർഷം 2026 നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് 2016 ഏകദേശം 10 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അറ്റ് ദി സെയിം ടൈം പറയാനുള്ളത് പറയുകയും വേണം. ഈ വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേയധികം മോശമായിട്ടുള്ള വാർത്തകൾ, വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, കുറേയധികം വൾഗറായിട്ടുള്ള ക്രൈംസ്, ഞെട്ടിക്കുന്ന കുറേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന വർഷങ്ങളുടെ ഭാഗമാണ് 2026 എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളുടെ യുവാക്കളിൽ ഡ്രഗ് ഭയങ്കര രീതിയിലുള്ള ഒരു വില്ലനായിട്ട് തന്നെ കയറിയിട്ടുണ്ട്, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും. അത് ഒരു ഏജ് ഗ്രൂപ്പല്ല. നേരത്തെ അതൊരു ഏജ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 50 വയസ്സ് വരെയുള്ള 50 വയസ്സ് വരെയുള്ള ആളുകൾ, അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലെന്നല്ല, 50 വയസ്സ് വരെയുള്ള ആളുകൾ കണ്ടമാനം ഒരു ബിയർ അടിക്കുന്ന ലാഘവത്തോടുകൂടി MDMA ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഏതൊരു വ്യക്തി എവിടെ നിന്ന് വിചാരിച്ചാലും കയ്യിൽ MDMA കിട്ടാവുന്ന രീതിയിൽ അവരുടെ ശൃംഖലകൾ വളർന്നിട്ടുണ്ട്. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് ഒരു പറ്റം ഡോക്ടേഴ്സാണ്. ഈ ഡോക്ടേഴ്സ് MDMA യൂസ് ചെയ്യുമോ എന്നുള്ളത് ആൾക്കാരിങ്ങനെ ഞെട്ടിത്തരിച്ച് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MDMA യൂസ് ചെയ്ത് കുറേയധികം ഹൗസ് സർജൻസിക്കാരെ പിടിച്ചിരുന്നു. അത് കേസ് തേഞ്ഞു മാഞ്ഞു പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് സത്യമായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയാം. അതുപോലെ തന്നെ ധാരാളം മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, കപ്പിൾസൊക്കെ MDMA വല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പാർശ്വഫലം അല്ലെങ്കിൽ ഇത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു സമയം കഴിയുമ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ ഇവർ ഏത് രീതിയിലുള്ള വയലൻസാണ് പുറത്തെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഈ വർഷം കാണാൻ പറ്റും. ഈ വർഷത്തോടുകൂടി അത് ഈ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കേണ്ട എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് അസുഖത്തിനാണെങ്കിലും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആവശ്യമില്ലാത്ത മരുന്നുകൾ നമ്മളിലേക്ക് പ്രയോഗിക്കാൻ ഇവർ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. പല ഡോക്ടേഴ്സിൻ്റെയും കാര്യമാണ്. എന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ആവശ്യത്തിന് മാത്രം മരുന്ന് നൽകുന്ന ഡോക്ടേഴ്സിൻ്റെ അതൊരു ചെറിയ സമൂഹം മാത്രമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ശരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള വീഡിയോ ആണ്. 2 ഡോക്ടേഴ്സ് എന്ന് അവകാശപ്പെടുന്നു. എനിക്കറിയത്തില്ല അവർ ഡോക്ടേഴ്സാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പല ആളുകളും അയച്ചും തരുന്നുണ്ട്. HIV മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ കാര്യത്തിൽ കൊട്ടി ഘോഷിച്ച് ഒരു വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതിന് കുറേ ആളുകൾ കമൻസൊക്കെ ഇടുന്നുണ്ട്. ഫൈനലി എയ്ഡ്സ്க்கு மெடிசன் கண்டுபிடிச்சிருக்காங்க. என்ன மெடிசன் கேட்குறீங்களா? லெனாகேப்பவர் அப்படின்னு சொல்லிட்டு யூஎஸில் ஒரு கம்பெனியில் கண்டுபிடிச்சிருக்காங்க. இதோட ப்ளஸ் பாயிண்ட் என்ன அப்படின்னா 99.9% வேலை செய்யுதுன்னு சொல்கிறாங்க. ஆல்மோஸ்ட் இயர்லி 2 times இதை போடணும்னு சொல்கிறாங்க. இதோட மெயின் பிரச்சனை என்ன தெரியுமா? காஸ்ட் தான். ஆல்மோஸ்ட் 21 lakhsன்னு சொல்கிறாங்க. இந்த மெடிசனோட காஸ்ட்டை மட்டும் ரெடியூஸ் பண்ணாங்க அப்படின்னா நிறைய கஷ்டப்படுற ஃபேமிலிஸ்க்கெலாம் ஹெல்ப்ஃபுல்லாக இருக்கும். நீங்கள் என்ன நினைக்கிறீங்கன்னு சொல்லிட்டு கமெண்ட்டில் போடுங்க. தேங்க்யூ. ஒரு வழியா எய்ட்ஸுக்கான மருந்தை கண்டுபிடிச்சாச்சு. தினமும் மருத்துவ தகவல்களுக்கு, உடம்புக்கு தேவையான முக்கியமான விஷயங்களுக்கு மறக்காம என்ன ஃபாலோ பண்ணிக்கோங்க, சப்ஸ்கிரைப் பண்ணிக்கோங்க. அமெரிக்க விஞ்ஞானிகள் சமீபத்துல எய்ட்ஸுக்கான மருந்தை கண்டுபிடிச்சிருக்காங்க. FDA அமைப்பும் இதை உறுதி செஞ்சிருக்காங்க. HIV பாதிப்புக்கு எதிராக 99.9% செயலாற்றுதான் இந்த மருந்து. எஸ்டுகோ அப்படின்ற பிராண்ட் நேம்ல வர்ற லெனாகேப்பவர் அப்படின்ற இந்த மருந்து தான் இப்போதைய எய்ட்ஸ் நோய்க்கான தீர்வு. இருந்தாலும் இந்த மருந்தினுடைய விலை சாமானிய மக்களால வாங்க முடியாத அளவுக்கு தான் இருக்குது. இந்திய மதிப்புல பாத்தீங்கன்னா கிட்டத்தட்ட 20 லட்சம் ரூபாய் ஆகுது. ஏன் இவ்வளவு தூரம் போறீங்க? கவனமா இருங்க, ஒழுக்கமா இருங்க. நான் நிஷாந்த். வரட்டா? ഇവരെ ശരിക്കും നമുക്ക് ഡോക്ടേഴ്സ് എന്ന് തന്നെ വിളിക്കാം. ഇവർ പോലും ഇത്രയും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ വീഡിയോ ഇടുമ്പോൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ ആൾക്കാർക്കൊരു കണ്ടൻറ്റ് എന്നുള്ളൂ. അതിനകത്തുള്ള നിജസ്ഥിതിയോ അതിൻ്റെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ഇവന്മാരൊന്നും നോക്കുന്നു പോലും ഇല്ലെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെ ഡോക്ടേഴ്സ് എന്ന് വിളിക്കും? ഇവർക്ക് നാണമില്ല ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കാനായിട്ട്. ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ HIV ഇന്നീ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു മൊമെൻറ്റ് വരെ 2026 ജനുവരി 6 വരെ
മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, HIV ക്യൂർ മെഡിസിൻ വന്നിട്ടില്ല. അത് ദയവായിട്ട് നമ്മളുടെ പ്രേക്ഷകരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന HIV ഫൈനലി മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊട്ടിഘോഷിക്കുന്ന സാധനം PrEP-ആണ്. PrEP എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഇത്രയും കാലം ടാബ്ലറ്റ് ഫോമിലായിരുന്നു. ആ സാധനം ഒരു ലോങ് ആക്ടിങ് ഇഞ്ചക്ഷൻ ഫോമിൽ വരുന്നു എന്നേ ഉള്ളൂ. ഇത് പോസിറ്റീവായിട്ടുള്ളവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പോസിറ്റീവായിട്ടുള്ളവർ ഇത് നെഗറ്റീവ് ആവത്തില്ല. ഇത് സെക്സ് വർക്കേഴ്സിനും ഡെയിലി ഇങ്ങനെ പോയിട്ട് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യുന്നവർക്കും PrEP മെഡിസിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. വെറും ഒരു ഇഞ്ചക്ഷനാണ്. ഗുളികയ്ക്ക് പകരം ഇഞ്ചക്ഷൻ ആയെന്നേ ഉള്ളൂ. അതിന് HIV മരുന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ ഇറങ്ങി ഇതുപോലത്തെ മണ്ടത്തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വെച്ച് വീഡിയോ ചെയ്യാൻ കുറേ അധികം മറ്റ് ഇൻഫ്ലുവൻസേഴ്സ്, അതല്ലാതെ വേറെ കുറേ ആൾക്കാർ. അപ്പം ഇങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ മെഡിക്കൽ പ്രൊഫഷനിൽ ഇരിക്കുന്ന മണ്ടന്മാർക്ക് പോലും ഇത് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭീകരാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മറ്റൊരു വിഭാഗത്തിലുള്ള ഡോക്ടറിനോട് HIV പറ്റി ചോദിച്ചാൽ അവർ വിളിക്കും, അവർക്ക് അറിയില്ല. ഞങ്ങൾ 100 കണക്കിന് ഡോക്ടേഴ്സിനെ കാണുന്നതാണ്, ഞങ്ങൾ 100 കണക്കിന് ഡോക്ടേഴ്സുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ ഒരു വെളിച്ചത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അത് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു HIV പറ്റി ഒരു അവയർനെസ് വേണം, അല്ലെങ്കിൽ HIV ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളെ പോയി കാണുക. അല്ലാതെ നിങ്ങളുടെ ഫാമിലി ഡോക്ടറോടോ ജനറൽ മെഡിസിൻ്റെ ഡോക്ടറോടോ ചോദിച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി ഒരു വാഴയ്ക്ക് അറിയത്തില്ലെന്ന് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാവുന്ന ഒരു ക്ലയൻറ്റ്, അവർക്ക് HIV ഫോബിയയുടെ പീക്ക് ലെവലിൽ അവർ നിൽക്കുകയാണ്. അവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു, നിങ്ങളൊരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ അടുക്ക പോയി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അവരുടെ ഹസ്ബൻഡ് പോസിറ്റീവാണ്, അവർക്ക് അതിൽ നിന്നുണ്ടായ ഷോക്കാണ്, അവർക്ക് ആ ഒരു മാനസിക നില വളരെയധികം മോശമായിട്ട് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവരോട് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തേടാനെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് മരുന്നെടുക്കണമെന്ന് പറഞ്ഞു. ഇത്ര മാസം നിങ്ങൾ മരുന്നെടുത്താലേ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുകയുള്ളൂ എന്ന് വരെ പറഞ്ഞു. ഇവർ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച ഉടനെ ഇവർ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പാനിക്കാക്കി. അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യവും അറിയത്തില്ല. HIV പോസിറ്റീവായിട്ടുള്ളവർക്ക് നോർമൽ ലൈഫ് ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. അത് ഇങ്ങനെയൊന്നും സ്പ്രെഡ് ആവത്തില്ല എന്നറിയത്തില്ല. അതാണ് ഇവിടെ ഇരിക്കുന്നവരുടെ ഒരു വിശേഷം. അത് ഈ ഡോക്ടേഴ്സിനെ ഇങ്ങനെ ചൈനയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി ലോസാണ് ഈ കാരണം. ഡോക്ടറിന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ദൈവത്തിൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ മേളിൽ നിന്ന് കെട്ടിയിറക്കി താഴോട്ട് കൊണ്ടുവന്നൊന്നുമല്ല. ഇവരെല്ലാം പച്ച മനുഷ്യരാണ്. ഇവരിനകത്ത് വിവരമില്ലാത്ത കാശിൻ്റെ ബലം കൊണ്ട് മാത്രം ഡോക്ടറായ കുറേ അധികം മഹന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു പ്രവണത നിർത്തുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്. കഴിഞ്ഞ ദിവസം ഒരു ഫേമസ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ഞങ്ങളിങ്ങനെ നോർമലി സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറയുകയാണ്, ഇപ്പം വരുന്ന 16 തൊട്ട് ഒരു 10-30 വയസ്സ് വരെ ഉള്ള ആളുകൾ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അവർക്ക് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ബാരിയർ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ബാരിയർ ഉണ്ട്, സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് എല്ലാവരുടെയും ഫേസിൽ. ഇതില്ല, ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം ആളുകളുടെയും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയും കാണുന്ന AHA BHA നിനാസിനൈഡ് മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്ന ആസിഡ് ഫോർമേഷൻ സിറം രൂപത്തിൽ ഇവർ മുഖത്ത് പുരട്ടുമ്പോൾ ഇവരുടെ ഈ സ്കിൻ ബാരിയേഴ്സ് ടീനേജേഴ്സിൻ്റെ എല്ലാം അല്ലെങ്കിൽ ഒരു ഏജ് ആകുമ്പോൾ അവരുടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ ബാരിയറില്ല. ഇത് എന്തുകൊണ്ടാണ്? ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അമിത പ്രസംഗം കൊണ്ടും അമൃത പ്രസരണം കൊണ്ടും അമിതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ അവർക്ക് ബൂം ചെയ്യേണ്ടതായി. അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അവർക്കൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ ഒരു 10,000 രൂപയെങ്കിലും കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ അവരുടെ ലിങ്കിൽ കയറിയിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള അതേ കണ്ടൻറ്റുള്ള പ്രോഡക്റ്റ്സ് വാങ്ങി മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഓവറായിട്ടുള്ള ടാനിങ് പോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് നോർമലായിട്ടുള്ള സ്കിൻ കെയർ മതി. അഡ്വാൻസ് രീതിയിലുള്ള സംഭവങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ഈ സ്കിൻ ബാരിയേഴ്സൊക്കെ ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ അത് എന്തുമാത്രം ദൂഷ്യങ്ങളുണ്ടാവും. അതേപോലെയല്ല, പഴയ ആൾക്കാരെക്കാൾ കൂടുതൽ സ്കിൻ എക്സ്പോലിയേറ്റ് ആകുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് ഡെഡ് സ്കിൻസ് പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്കിൻ പൊഴിയാണ്. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പിനകത്ത് കുറേ അധികം
അധികം ആസിഡ്സ് ഉണ്ടാവും, കുറേ അധികം, അതായത് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള സാലിസിലിക്കേറ്റ് ആസിഡുള്ള ഇത് നിനാസിനുള്ള ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം അഡ്വർടൈസ്മെൻ്റ് പുറകെ പോയിട്ട് ആസിഡ്സൊക്കെ ഉള്ള സോപ്പും ഫേസ് വാഷും ക്രീംസും ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ അധികം ആളുകൾ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസും. ദയവായിട്ട് നിങ്ങൾ സത്യം ഏതാണ്, അല്ലെങ്കിൽ എന്താ യഥാർത്ഥത്തിൽ ആരെ വിശ്വസിക്കാം എന്ന് പോലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുകയില്ലാത്ത ഒരവസ്ഥയാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ പ്രെപ്പ് മെഡിസിൻ എടുക്കാതിരിക്കുക. ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രെപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങളുടെ മനസ്സങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടിക്കയറി പെപ്പൊന്നും എടുക്കേണ്ട. അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടാകുന്ന ഭയങ്കര കാര്യമൊന്നുമല്ല. അത് പ്രൊട്ടക്റ്റിനകത്ത് റിസ്ക് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതിനെപ്പറ്റി നേരി കുറേ ആളുകൾ ചെയ്യുന്നു. 2026 നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നമുക്കിത് വേണമോ വേണ്ടയോ, അതായത് ഒരു മസാജിങ് സെൻറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരു അൺപ്രൊട്ടക്റ്റഡ് ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതിന് അടുത്ത കാര്യങ്ങൾ ചെയ്യുക. അതിന് അന്നേരം ചാടി കയറി പ്രെപ്പല്ല എടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഒരു കാര്യം എപ്പോഴും ഞാൻ പറയും, ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് STD സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനും അതിൻ്റെ ഫോളോ അപ്പിനുമൊക്കെ വളരെയധികം പൈസയാണ്. അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. HIV-ക്കാണേലും ശരി, നമ്മുടെ ആണേലും റിസ്ക് അനലൈസിങ് ആണേലും നമ്മുടെ ഏറ്റവും കുറവാണ്. ഞങ്ങളുടെ 2000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ 9,000 10,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതും നിങ്ങളൊന്നും മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.